السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ വാജിബുകൾ പ്രവർത്തിക്കുന്നതും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അള്ളാഹുവിന്റെ ഏറ്റവും കടുത്ത ശിക്ഷയായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ്. നാം സുന്നത്തുകൾ പ്രവർത്തിക്കുന്നതും അതിൽ മുന്നേറുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ്. ആ സ്വർഗത്തിലെ ഉന്നതമായ പദവികളിൽ മേലോട്ടുയർന്നു പോകുന്നതിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങളിൽ നിന്ന് വരെ വിട്ടുനിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുണ്ടാകുമോ എന്ന് സംശയമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് വരെ അവർ വിട്ടുനിൽക്കുന്നത് സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ കയറിപ്പോകുന്നതിനു വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ വിശുദ്ധ ഖുർആനിൽ അനേകമിടങ്ങളിൽ മുഅ്മിനീങ്ങളായ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ ധാരാളമായി അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തൗഹീദിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബശ്ശിരിൽ ലദീന ആമനു വഅമിലു സ്സാലിഹാതി അന്ന ലഹും ജന്നാത്ത്. മുഅ്മിനീങ്ങളായ ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അന്ന ലഹും ജന്നാത്ത്, അവർക്ക് സ്വർഗങ്ങളുണ്ട്, അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള സ്വർഗീയമായ ആരാമങ്ങളുണ്ട് എന്ന് അവരെ അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ മത്സരിക്കുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിനു വേണ്ടി, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിനു വേണ്ടി, വജന്നത്തിൻ, അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വർഗത്തിനു വേണ്ടി, അർദുഹാ കഅർദിസ് സമാവാതി വൽ അർദ്, അതിന്റെ വിശാലത ആകാശഭൂമികളുടെ വിശാലതയാണ്. അതിനു മാത്രം വിശാലതയുള്ള സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കുക, അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായ രൂപത്തിൽ അറിയിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അഅ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ
വഫീഹ സ്വർഗത്തിലുണ്ട് മാ തഷ്തഹീഹിൽ അൻഫുസ് മനസ്സുകൾ ആഗ്രഹിക്കുന്നത് എന്തെല്ലാമുണ്ടോ അതെല്ലാം അവിടെയുണ്ട്. വതലദ്ദുൽ അഅ്യുൻ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം സ്വർഗത്തിലുണ്ട്. വഅൻതും ഫീഹാ ഖാലിദൂൻ നിങ്ങളാകട്ടെ അതിൽ ശാശ്വതരായിരിക്കും. ഒരിക്കലും അവസാനമില്ലാതെ ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഖാബു ഖൗസി അഹദികും മിനൽ ജന്നതി ഔ മൗദിഉ ഖീദിൻ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ നിങ്ങളുടെ ഒരു അമ്പു വെക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലം അത് സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നാൽ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ ദുനിയാവിലുള്ളത് എല്ലാം ഒരുമിച്ച് വെച്ചാലും അതിനേക്കാളെല്ലാം ഖൈറാണ് നിങ്ങൾക്ക് ഒരു ചാട്ട വെക്കാൻ സ്വർഗത്തിൽ കിട്ടുന്ന സ്ഥലം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നിഅമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അറിയിച്ചു, അഅദത്തു ലിഇബാദി മാ ലാ ഐനുൻ റഅത് ഞാൻ എന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു മാ ലാ ഐനുൻ റഅത് ഒരു കണ്ണും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത് ഒരു ചെവിയും ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ പോലും മിന്നിമാഞ്ഞു പോയിട്ടില്ലാത്തത്, ഒരാളുടെയും ഭാവനയിൽ ഒരിക്കലും മിന്നിമറഞ്ഞു പോവുക പോലും ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ഞാൻ അവർക്കു വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖറഉ ഇൻ ശിഅ്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് നിങ്ങൾ വായിക്കുക. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ കണ്ണുകൾ കുളിർപ്പിക്കുന്ന എന്തെല്ലാമാണ് സ്വർഗത്തിൽ ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മാ തഅലമു നഫ്സുൻ ലാ തഅലമു നഫ്സുൻ ഒരാൾക്കും തന്നെ അറിയുകയില്ല, ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറഞ്ഞത്, സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അറിയിച്ച കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ അറിയിച്ച കാര്യങ്ങൾ അതെല്ലാം പേരുകളിൽ മാത്രമേ യോജിക്കുന്നുള്ളൂ. അതിന്റെ രൂപത്തിൽ ദുനിയാവിലുള്ള കാര്യങ്ങളുമായി യാതൊരു യോജിപ്പും അതിനില്ല. സ്വർഗത്തിൽ പാത്രങ്ങളുണ്ട്, ദുനിയാവിലെ പാത്രങ്ങൾ പോലെയല്ല അത്. സ്വർഗത്തിൽ വസ്ത്രങ്ങളുണ്ട്, ദുനിയാവിലെ വസ്ത്രങ്ങൾ പോലെയല്ല അത്. സ്വർഗത്തിൽ ശബ്ദമുണ്ട്, പാട്ടുകളുണ്ട്, ദുനിയാവിലെ പാട്ടുകൾ പോലെയല്ല അത്. സ്വർഗത്തിൽ അനേകം അനുഗ്രഹങ്ങളുണ്ട്, അതൊന്നും ദുനിയാവിൽ നിങ്ങൾ കാണുന്ന ഒന്നുമല്ല. അതെല്ലാം കേവലം അതിനോട് അടുത്തു നിൽക്കുന്ന ചില വിശദീകരണങ്ങൾ മാത്രമാണ്. നമുക്ക് സ്വർഗം മനസ്സിലാക്കി നൽകുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുകളിലൂടെ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ മാത്രം. അതിന്റെ ഹഖീഖ, അതിന്റെ രൂപം അത് തീർത്തും വ്യത്യസ്തമാണ്. ഒരാളുടെയും മനസ്സിൽ കൂടെ ഒരിക്കൽ പോലും മറഞ്ഞുപോയിട്ടില്ലാത്ത കാര്യമാണ്. ശരി സഹോദര, സ്വർഗം അതിന്റെ അടുക്കലേക്ക് നീ എത്തുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ പരിമളം നിനക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് സ്വർഗത്തിന്റെ സുഗന്ധത്തെക്കുറിച്ച് അറിയിച്ചു, വഇന്ന റീഹഹാ തൂജദു മിൻ മസീറതി 40 ആമ സ്വർഗത്തിന്റെ മണം നീ അതിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതിനു മുൻപ് സിറാത്ത് പാലം കടക്കുമ്പോൾ വഇന്ന റീഹഹാ അതിന്റെ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടിരിക്കും. മസീറതു 40 ആം 40 വർഷം ഒരാൾ യാത്ര ചെയ്താൽ എത്ര ദൂരമുണ്ടായിരിക്കും? അത്ര ദൂരത്തേക്ക് സ്വർഗത്തിന്റെ മണം അടിച്ചു വീശിക്കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അതിന്റെ മണം? 40 വർഷം വഴിദൂരം അകലേക്ക് അതിന്റെ സുഗന്ധം ഒരാൾക്ക് അനുഭവിച്ചു തുടങ്ങും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വമൻ ഖതല മുആഹിദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന 40 വർഷം വഴിദൂരം അകലേക്ക് അടിച്ചു വീശുന്ന ഈ കാറ്റ്, ഈ മണം, ഈ സുഗന്ധം അത് കരാറിലേർപ്പെട്ട ഒരു കാഫിർ, അയാളെ കൊലപ്പെടുത്തുന്ന ഒരു മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സഹോദര, സ്വർഗം അതിന്റെ മണം ഇത്ര ദൂരേക്ക് അടിച്ചു വീശുന്നതാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നീ സിറാത്തിലൂടെ നടന്ന്
സിറാത്ത് പാലം കഴിഞ്ഞാൽ ഉടൻ സ്വർഗത്തിന് മുൻപിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് അവൻ സ്വർഗവാസികൾ ഓരോരുത്തരെയും ശുദ്ധീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്ലുസുൽ മുഅ്മിനൂന മിനന്നാർ, മുഅ്മിനീങ്ങൾ അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഫയുഹ്ബസൂന അലാ ഖന്തറത്തിൻ ബൈനൽ ജന്നതി വന്നാർ, നരകത്തിനും സ്വർഗത്തിനുമിടയിൽ ഖന്തറയിൽ അവരെ നിർത്തും. ഫയുഖസ്സു ലിബഅദിഹിം മിൻ ബഅദിൻ മദാലിമു കാനത് ബൈനഹും ഫിദ്ദുനിയ, ദുനിയാവിൽ ബാക്കിയുണ്ടായിരുന്ന ചില മദാലിമുകൾ, പരസ്പരമുണ്ടായ ചെറിയ ചില അതിക്രമങ്ങൾ, അത് ആ കാര്യത്തിൽ അവിടെ വെച്ച് തീർപ്പ് കൽപ്പിക്കപ്പെടും. ഹത്താ ഇദാ ഹുദ്ദിബു വനുഖു, അങ്ങനെ അവർ ശുദ്ധരാക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഖൽബും അവരുടെ ശരീരവും അവരുടെ മനസ്സുകളും അവർ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധങ്ങളും ഏറ്റവും ശുദ്ധമാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉദിന ലഹും ഫീ ദുഖൂലിൽ ജന്നഹ്, അപ്പോൾ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകപ്പെടും. ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹു തന്നെ സത്യം. ലഅഹദുഹും അഹ്ദാ ബിമൻസിലിഹി ഫിൽ ജന്നഹ് മിൻഹു ബിമൻസിലിഹി കാന ഫിദ്ദുനിയ, ദുനിയാവിൽ സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയുന്നതിനേക്കാൾ സ്വർഗവാസികൾക്ക് അവരുടെ സ്വർഗത്തിലുള്ള വീടുകളിലേക്കുള്ള വഴികൾ അറിഞ്ഞിരിക്കും. ഓരോരുത്തരും അവരവരുടെ വഴികളിലേക്ക്, സ്വന്തം വീടിലേക്ക് അവർ പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ അവർ സ്വർഗത്തിലെ തങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضലിൽ നിന്ന് നമുക്ക് നൽകുമാറാകട്ടെ. സ്വർഗം, അതിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ അതിന് വാതിലുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, സ്വർഗത്തിലേക്ക് ആ ആളുകളെ കൂട്ടം കൂട്ടമായി ഇങ്ങനെ നയിക്കപ്പെടും. ചില ഹദീസുകളിൽ കാണാം, അവർ വഫ്ദുകളെ പോലെ, നിവേദക സംഘങ്ങളെ സ്വീകരിക്കുന്നത് പോലെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുക. നിവേദക സംഘങ്ങൾ അവരെ രാജാക്കന്മാർ സ്വീകരിക്കുന്നത് പോലുള്ള സ്വീകരണമായിരിക്കും സ്വർഗത്തിലേക്ക് അവർക്കുണ്ടായിരിക്കുക. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവർ വന്നു കഴിഞ്ഞാൽ അതിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെടും. വഖാല ലഹും ഖസനതുഹാ, അതിന്റെ കാവൽക്കാർ അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം. തിബ്തും, നിങ്ങൾ ഏറ്റവും നല്ല അവസ്ഥയിലാകട്ടെ. ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഇതാ കാലാകാലം എന്നേക്കുമായി നിങ്ങൾ ഇതിൽ പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും. എത്ര സമാധാനമുള്ള പ്രവേശനമാണത്, എത്ര റാഹത്തുള്ള പ്രവേശനമാണത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ച് പറഞ്ഞു, മാ ബൈന മിസ്റാഇൻ മിൻ മസാരിഇൽ ജന്നതി മസീറതു 40 സന, സ്വർഗത്തിന്റെ ഓരോ വാതിലുകൾക്കുമിടയിൽ 40 വർഷം വഴി ദൂരം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. അത്ര വലുതാണ് അതിന്റെ വാതിലുകൾ. നീ ചിന്തിച്ചു നോക്കൂ, സ്വർഗത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ വലിയ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലയഅതിയന്ന അലൈഹാ യൗമുൻ വഹുവ കദീദുൻ മിനസ്സിഹാം, അതിനൊരു ദിവസം വരാനുണ്ട്, ആ വാതിലുകൾക്കൊരു ദിവസം വരാനുണ്ട്. വഹുവ കദീദുൻ മിനസ്സിഹാം, തിരക്ക് കാരണം അവിടെ നിൽക്കാനിടമില്ലാത്ത രൂപത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾക്കിടയിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം അതിന് വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിന് 8 വാതിലുകളുണ്ട് എന്ന് പറഞ്ഞു. നരകത്തിന് 7 വാതിലുകളുണ്ട്, സ്വർഗത്തിന് 8 വാതിലുകളാണുള്ളത്. നിനക്ക് അതിന്റെ ഏത് വാതിലുകളിലൂടെ, ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടോ? എന്താണ് നീ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് സാക്ഷ്യം വഹിച്ചു, വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ, അവന് യാതൊരു പങ്കുകാരനുമില്ല എന്നൊരാൾ സാക്ഷ്യം വഹിച്ചു, അൽഹംദുലില്ലാഹ് നമ്മളത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു,
ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് സാക്ഷ്യം വഹിച്ചു, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിച്ചു. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കലിമത്താണ് കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈസ ഉണ്ടായത് എന്ന് വിശ്വസിച്ചു. വറൂഹും മിൻ, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആത്മാവാണ് എന്ന് വിശ്വസിച്ചു. വൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ് നരകം സത്യമാണ് എന്ന് സാക്ഷ്യം വഹിച്ചു. അള്ളാഹുവെ, ഞങ്ങൾ ഇതൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമലി മിൻ അബ്വാബിൽ ജന്നതി الثمانية മാ ഷാ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിൽ അവൻ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അവനെ പ്രവേശിപ്പിക്കും. അലാ മാ കാന മിനൽ അമൽ, അവന്റെ അടുക്കലുള്ള പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞതുപോലെ വഫീഹാ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അതിനുവേണ്ടി മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. ആ സ്വർഗത്തിന്റെ വാതിലുകൾ ഏതു വാതിലിലൂടെയും ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അവന് പ്രവേശിക്കാൻ സാധിക്കും. സ്വർഗത്തിന്റെ വാതിലുകൾ അതിലൂടെ അതിന്റെ മുൻപിലെത്തിക്കഴിഞ്ഞാൽ ആ വാതിലുകളുടെ കാവൽക്കാർ ഓരോ വാതിലുകളിലൂടെയും ചില ആളുകളെ പേരെടുത്ത് വിളിക്കും, അവരെ അതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് നൂദിയ മിൻ അബ്വാബിൽ ജന്നഹ് യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇണകളായ 2 കാര്യങ്ങൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞു അടിമകൾ, അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ, ഒരേ കാര്യമല്ലാതെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഒരാൾ ദാനം ചെയ്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്താൽ, സ്വർഗത്തിന്റെ വാതിലിന് മുകളിലുള്ള മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, യാ അബ്ദല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ ദാസ, ഹാദാ ഖൈർ, ഇതാ നിനക്ക് വേണ്ടി ഒരു ഖൈർ ഇവിടെയുണ്ട്, ഇതാ ഇങ്ങനെ വന്നുകൊള്ളൂ എന്ന് അയാളോട് പറയപ്പെടും. ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്തി ദുഇയ മിൻ ബാബി സ്വലാഹ്, ആരെങ്കിലും നിസ്കാരം ധാരാളമായി അധികരിപ്പിച്ചയാളാണെങ്കിൽ നിസ്കാരത്തിന്റെ വാതിലിലൂടെ അവനെ വിളിക്കും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ് ദുഇയ മിൻ ബാബിൽ ജിഹാദ്, ആരെങ്കിലും ജിഹാദിന്റെ മാർഗത്തിലുള്ളവനാണെങ്കിൽ അവനെ ജിഹാദിന്റെ വാതിലിലൂടെ വിളിക്കും. വമൻ കാന മിൻ അഹ്ലി സിയാം ദുഇയ മിൻ ബാബി റയ്യാൻ, ആരെങ്കിലും ധാരാളമായി നോമ്പനുഷ്ഠിച്ചവരാണെങ്കിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ അവനെ വിളിക്കും. വമൻ കാന മിൻ അഹ്ലി സദഖ ദുഇയ മിൻ ബാബി സദഖ, ആരെങ്കിലും സദഖയുടെ ആളുകളിൽപ്പെട്ടവനാണെങ്കിൽ അവനെ സദഖയുടെ വാതിലിലൂടെ വിളിക്കും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അലാ മൻ ദുഇയ മിൻ തിൽകൽ അബ്വാബി മിൻ ദറൂറത്തിൻ ഫഹൽ യുദ്അ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. അല്ലാഹുവിന്റെ റസൂലേ, ആരെങ്കിലും ആ 8 വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്നവരായി ഉണ്ടാകുമോ? അങ്ങനെ 8 വാതിലുകളിൽ നിന്നും ഒരാൾ വിളിക്കപ്പെട്ടാൽ അവന് പിന്നെ ഒരു പ്രയാസവും ബാക്കി ഉണ്ടാവുകയില്ല. നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മത്സരം ഇപ്രകാരമായിരുന്നു, സ്വർഗത്തിനു വേണ്ടിയുള്ള മത്സരം ഇപ്രകാരമായിരുന്നു. അദ്ദേഹം ഒരു വാതിലല്ല 8 വാതിലുകളിലൂടെ ഒരാൾ വിളിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കറിന്റെ ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വഅർജു അൻ തകൂന മിൻഹും, അതേ 8 വാതിലുകളിലൂടെ ചിലർ വിളിക്കപ്പെടും, നീ അവരിൽപ്പെട്ടവനാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സ്വർഗത്തിൽ വരുന്ന പ്രവേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കവാടങ്ങളിൽ ഒരുക്കി വെച്ചിട്ടുള്ള ആദരവ് എന്തുമാത്രം വലുതാണ്, എത്ര വലിയ സ്വീകരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ വാതിലുകളിലേക്ക് എത്തുമ്പോൾ പോലും അവന്റെ മനസ്സ് എത്രമാത്രം സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. എവിടെയും അവന് സ്വീകാര്യതയാണ്, എവിടെയും അവനെ മാടി വിളിക്കുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضലിൽ നിന്ന് നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ ഒരു ചെറിയ അമൽ പറഞ്ഞു തന്നിട്ടുണ്ട്.
എളുപ്പമുള്ള ഒരു പ്രവർത്തനം, വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനം. റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ല, നിങ്ങളിൽ ആരാകട്ടെ അയാൾ വുളു എടുക്കുകയാണ്, ഫയുബ്ലിഗുൽ വുളു, ആ വുളു അയാൾ അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് എല്ലാ സുന്നത്തുകളും പൂർത്തീകരിച്ചുകൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ അയാൾ വുളു എടുത്തു. സുമ്മ യഖൂൽ, പിന്നീട് അയാൾ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നഹ്, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി الثمانية, അയാൾക്ക് വേണ്ടി 8 വാതിലുകളും തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, അവൻ ഉദ്ദേശിക്കുന്ന ഏതു വാതിലിലൂടെയും അവന് പ്രവേശിക്കാം. ചെറിയ അമലാണിത്, ചെറിയ പ്രവർത്തനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം വളരെ വലുതാണ്. ശരി, സ്വർഗത്തിന്റെ വാതിലുകൾ ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. ആദ്യമായി സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടുക നമ്മുടെ റസൂലായിരിക്കും, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വല്ലവാതുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി. നമ്മുടെ റസൂലാണ് ആദ്യം സ്വർഗത്തിന്റെ വാതിൽ മുട്ടുക. റസൂലുള്ളാഹി പറഞ്ഞു, അന അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ പിൻഗാമികൾ ഉണ്ടായിരിക്കുക, ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കുക എനിക്കായിരിക്കും. വഅന അവ്വലു മൻ യഖറഉ ബാബൽ ജന്നഹ്, സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി മുട്ടുന്നത് ഞാനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ആതി ബാബൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുക്കൽ ചെല്ലും. ഫഅസ്തഫ്തിഹ്, അങ്ങനെ ഞാനത് തുറക്കാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിനു മൻ അൻത, അപ്പോൾ അതിന്റെ കാവൽക്കാരൻ ചോദിക്കും, നീ ആരാണ്? ഞാൻ പറയും, മുഹമ്മദ്, മുഹമ്മദാണ്. അപ്പോൾ അയാൾ പറയും, ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക, നിനക്ക് വേണ്ടി ഇത് തുറക്കാനാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. ലാ അഫ്തഹു ലി അഹദിൻ ഗൈറക, നിനക്ക് പുറമെ മറ്റൊരാൾക്കും വേണ്ടി ഞാൻ ഇത് തുറന്നു കൊടുക്കുകയില്ല. ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത് നമ്മുടെ റസൂലിന് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സമൂഹം റസൂലുള്ളാഹിയുടെ ഉമ്മത്താണ്, നമ്മളാണ്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നുൽ ആഖിറൂൻ, നമ്മളാണ് ഏറ്റവും അവസാനക്കാർ. അവസാനം വന്നത് നമ്മളാണ്, അവസാനം കിതാബ് കിട്ടിയത് നമുക്കാണ്, അവസാനത്തെ നബി നമ്മുടേതാണ്, അന്ത്യനാൾ സംഭവിക്കുന്നത് നമുക്കാണ്, നമ്മളാണ് അവസാനത്തെ ആളുകൾ. അൽ അവ്വലൂന യൗമൽ ഖിയാമ, എന്നാൽ ഖിയാമത്ത് നാളിൽ നമ്മളാണ് ആദ്യം ഉണ്ടായിരിക്കുക. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വനഹ്നു അവ്വലു മൻ യദ്ഖുലുൽ ജന്നഹ് ബൈദ അന്നഹും ഊതുൽ കിതാബ മിൻ ഖബ്ലിനാ, നമ്മളായിരിക്കും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക, അവർക്കാണ് വേദം ആദ്യം നൽകപ്പെട്ടത് എങ്കിലും. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശ്രേഷ്ഠത കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ കാരുണ്യമാണ്. അതുകൊണ്ട് എത്രമാത്രം നമ്മുടെ റസൂലിനു വേണ്ടി നാം സ്വലാത്ത് ചോദിക്കണം, എത്രമാത്രം നമ്മുടെ റസൂലിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ നമ്മെ ഉൾപ്പെടുത്തി എന്നതിന് എത്രമാത്രം നാം അള്ളാഹുവിനോട് നന്ദി പറയണം. അതിനുമാത്രം നിഅമത്തുകൾ ഈ ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. ശരി, ആദ്യം പ്രവേശിക്കുന്ന ആളുകൾ നമ്മളാണ്. നമ്മുടെ കൂട്ടത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ആരായിരിക്കും ആദ്യം പ്രവേശിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലു ഫുഖറാഉൽ മുഅ്മിനീനൽ ജന്നത ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗമിൻ 500 ആമിൻ. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുക മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുള്ള ദരിദ്രരായ ആളുകളായിരിക്കും. അവരിലെ ധനികരെക്കാൾ മുൻപ് സ്വർഗത്തിൽ പ്രവേശിക്കുക മുഅ്മിനീങ്ങളിലെ ദരിദ്രരായ ആളുകളായിരിക്കും. അവർക്ക് ഒരു ദിവസത്തിന്റെ പകുതി സമയം നേരത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. ആ ഒരു ദിവസത്തിന്റെ പകുതി എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു 500 ആം, 500 വർഷത്തിന്റെ ദൂരമുണ്ട്, 500 വർഷത്തിന്റെ ഇടവേളയുണ്ട്. അത്രയും നേരത്തെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഇത് പൊതുവെ മുഅ്മിനീങ്ങളിൽ ദരിദ്രരായ ആളുകൾ അവർ
ദുനിയാവിൽ അനുഭവിച്ച പ്രയാസങ്ങൾ കാരണത്താൽ അള്ളാഹു അവർക്ക് നൽകുന്ന എളുപ്പമാണ്. എന്നാൽ ചില ആളുകൾ, സമ്പന്നരായ ചിലർക്ക് നേരത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പായും അറിയിച്ച ആളുകളിൽപ്പെട്ടവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ധനികനായിരുന്നു. ധാരാളം ഫുഖറാക്കളെക്കാൾ, ധാരാളം ദരിദ്രരെക്കാൾ മുൻപ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചില ആളുകൾക്ക് നേരത്തെ പ്രവേശിക്കാൻ കഴിയും അവരുടെ അമലുകളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ പൊതുവെ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് മുഅ്മിനീങ്ങളിലെ ദരിദ്രരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദരിദ്രർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദരിദ്രരെ ഇഷ്ടപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദരിദ്രരുടെ കൂട്ടത്തിൽപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശരി, ഇങ്ങനെ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന ആളുകൾ ഇവരായിരിക്കും. മാത്രമല്ല, നരകത്തിൽ 3 പേരാണ് ആദ്യമായി പ്രവേശിപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ള പറഞ്ഞതുപോലെ തന്നെ സ്വർഗത്തിൽ 3 പേരാണ് ആദ്യം പ്രവേശിപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പൊതുവെ മുഅ്മിനീങ്ങളിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന കൂട്ടത്തിൽ 3 ആളുകളുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഉരിദ അലയ്യ അവ്വലു സലാസത്തിൻ യദ്ഖുലൂനൽ ജന്ന. സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന 3 ആളുകൾ, അവരെ എനിക്ക് കാണിക്കപ്പെട്ടു. ആരൊക്കെയാണ് അവർ? 1 ഷഹീദുൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ച ഷഹീദാൻ. 2 വഅഫീഫുൻ മുതഅഫിഫ്. വഅഫീഫുൻ, അഫീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാത്ത ആളുകൾ. വമുതഅഫിഫുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കിയ കാര്യങ്ങളിൽ തന്നെ എല്ലാം സ്വീകരിക്കാത്ത, ശ്രദ്ധ കാണിക്കുന്ന, വളരെ ശ്രദ്ധയോടുകൂടി മാത്രം സമ്പാദ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന, ആളുകളോട് ചോദിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന, സ്വയം ധന്യത കാണിക്കുന്ന ആളുകൾ, അവരാണ് മുതഅഫിഫ്. വഅഫീഫുൻ മുതഅഫിഫ്. 2ാമത്തെ ആൾ അതാണ്. 3ാമത്തെ ആള് വഅബ്ദുൻ അഹ്സന ഇബാദത്തല്ലാഹി വനസഹ ലിമവാലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുകയും തന്റെ ഉടമസ്ഥനോട് ഏറ്റവും നല്ല രൂപത്തിൽ ഗുണകാംക്ഷയിൽ പെരുമാറുകയും ചെയ്ത അടിമകൾ. ഈ 3 ആളുകൾ അവർ സ്വർഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളിൽ പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ആളുകൾ ഇവരാണ്. എങ്ങനെയാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീൻ. തയ്യിബീങ്ങളായ അവസ്ഥയിൽ, പരിശുദ്ധരായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കാൻ അവസരം നൽകിയ സാലിഹീങ്ങളായ ആളുകൾ, അവർ മരിക്കുന്ന വേളയിൽ മലക്കുകൾ യഖൂലൂന സലാമുൻ അലൈക്കും, മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാമുണ്ട്. ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. നോക്കൂ നിങ്ങൾ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അമൽ എടുത്തു പറഞ്ഞു. ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ, നിങ്ങൾ പണിയെടുത്തത് കാരണത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് ധാരാളമായി അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ലയദ്ഖുലന്നൽ ജന്നത മിൻ ഉമ്മതി 70,000. എന്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഔ 700,000, അതല്ലെങ്കിൽ 700,000 ആളുകൾ. അവരെങ്ങനെയാണ് പ്രവേശിക്കുക? മുതമാസികൂൻ, അവർ പരസ്പരം കൈകോർത്ത് പിടിച്ച നിലയിലായിരിക്കും. എല്ലാവരും കൈകോർത്ത് നിൽക്കുന്ന അവസ്ഥയിൽ. ആഖിദുൻ ബഅ്ദുഹും ബഅ്ദാ, അവരിൽ പലരും പലരെയും ചേർത്തു പിടിച്ചിട്ടുണ്ടായിരിക്കും. ഒരുമിച്ചായിരിക്കും അവർ സ്വർഗത്തിൽ കയറുക. ലാ യദ്ഖുലു അവ്വലുഹും ഹത്താ യദ്ഖുല ആഖിറുഹും. ആ 70,000 ആളുകൾ അവർ ഒരുമിച്ചായിരിക്കും. എപ്രകാരം? ലാ യദ്ഖുലു അവ്വലുഹും ഹത്താ യദ്ഖുല ആഖിറുഹും. അവരിൽ അവസാനത്തെയാൾ പ്രവേശിക്കുന്നത് വരെ ആദ്യത്തെയാൾ പ്രവേശിക്കുകയില്ല. എല്ലാവരും ഒരുമിച്ചായിരിക്കും പ്രവേശിക്കുക. വുജൂഹുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തൽ ബദർ. അവരുടെ മുഖം പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം ചന്ദ്രൻ എത്രമാത്രം ഭംഗിയിലായിരിക്കുമോ അത്ര ഭംഗിയിലായിരിക്കും. അങ്ങനെയായിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു.